ചെറിയൊരു തട്ടിക്കൂട്ട് സിനിമയിൽ എങ്ങനെയാണോ അത്രേ ഉള്ളൂ, കൂടുതൽ പറയാനൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, അത് നോർമൽ. ഇതിന് മുമ്പേയും ഓരോ സിനിമകളിലും ഓരോ രീതിയിൽ. യൂഷ്വൽ അനൂപ് മേനോൻ്റെ ഒരു ലൈറ്റ് മോഹൻലാലിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. വലിയ ബെറ്റർ ഒന്നും പറയില്ല. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഒരു കുഴപ്പമില്ലാതെ കണ്ടോണ്ടിരിക്കാം. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ആവറേജേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. എങ്കിലും വിചാരിച്ചതൊരു എക്സ്പെക്റ്റേഷൻ നമ്മൾ വളരെ വേണ്ട പ്രതീക്ഷിച്ച് വന്നു. ഒരു മീഡിയം ക്യാൻവാസ് കുറച്ചുകൂടി ചെറുതായതുപോലെ തോന്നി. അഭിനയം ഓക്കെ, കുഴപ്പമില്ല. ഒരു ഫാമിലി മൂവിയാണ്. പോരാ. കഥയില്ലാതെ തന്നെ ബ്രോ പ്രതീക്ഷിച്ച ഒരു ഒന്നുമില്ല പടത്തിൽ. ഒരു ചെറിയൊരു പടം എടുത്ത് വെച്ചിരിക്കുന്നത്, അത്രേ ഉള്ളൂ. അഭിനയം നമുക്ക്, അതായത് ചെറിയൊരു തട്ടിക്കൂട്ട് സിനിമയിൽ എങ്ങനെയാണോ അത്രേ ഉള്ളൂ, കൂടുതൽ പറയാനൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു. ഒരു വ്യത്യസ്ത കഥയായിരുന്നു. പറയടോ എന്തെങ്കിലും. കൊള്ളാം, നല്ല പടം. അനൂപ് മേനോൻ്റെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ. ഫാമിലി സ്റ്റോറി അത്രയേ ഉള്ളൂ, വേറെ ഒന്നും അങ്ങനെയൊന്നുമില്ല, അത് നോർമൽ. ഇതിന് മുമ്പേയും ഓരോ സിനിമകളിലും ഓരോ രീതിയിൽ. അത്രയേ ഉള്ളൂ, ഫാമിലി ആയിട്ട് കാണാം. ശോകം പടമാണ്, കൊള്ളൂല. യൂഷ്വൽ അനൂപ് മേനോൻ്റെ ഒരു ലൈറ്റ് മോഹൻലാലിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. വലിയ ബെറ്റർ ഒന്നും പറയില്ല. നോർമൽ ഒരു പടം. ഒന്നുമില്ല എടുത്ത് പറയാൻ. വെറുതെ ഒരു ഫാമിലിയുടെ കാര്യം ഉദ്ദേശിക്കുന്ന, പക്ഷേ അത്രയും കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ല. കറക്റ്റ് മോഹൻലാലിലെ മമ്മൂട്ടിയുടെ കാര്യം പുള്ളിക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കാര്യം. പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല അവർക്ക്. പ്രത്യേകിച്ച് അത്രയും വലിയൊരു സ്റ്റോറി ആയിട്ടും ക്രിയേറ്റ് ചെയ്യാനുള്ളതില്ല. ഒരു മെസ്സേജ് ഇല്ല അവർക്ക്.